AEO ഇന്ത്യ പോർട്ടലിലെ EMI സ്കീം രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ EMI ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ് ആവശ്യമായ നിങ്ങളുടെ EMI രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള ലളിതമായ ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയിലൂടെ ഞങ്ങൾ നിങ്ങളെ നയിക്കും. EMI ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യൽ ഓപ്ഷൻ പ്രാപ്തമാക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട DIC ഓഫീസർ രജിസ്ട്രേഷൻ പരിശോധിച്ച് അംഗീകരിക്കണം. രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് ഇനി പറയുന്നവ ഉറപ്പാക്കുക. നിങ്ങളുടെ 10 ഡിജിറ്റ് ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് IEC തയ്യാറായി സൂക്ഷിക്കുക. നിങ്ങളുടെ IEC സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് DGFT പോർട്ടലിൽ നിന്ന് വ്യൂ IEC പ്രൊഫൈൽ പേജിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവ ഉൾക്കൊള്ളുന്ന ഒരു മെർജ്ഡ് PDF ഫയൽ സൃഷ്ടിക്കുക. IEC സർട്ടിഫിക്കറ്റ് കൂടാതെ DGFT വ്യൂ IEC പ്രൊഫൈൽ പേജിന്റെ സ്ക്രീൻഷോട്ട്. DGFT പ്രൊഫൈലിൽ കാണിച്ചിരിക്കുന്ന ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നിങ്ങൾ EMI രജിസ്ട്രേഷൻ ഫോമിൽ നൽകുന്ന വിശദാംശങ്ങളുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ബ്രൗസറിൽ AEO ഇന്ത്യ പോർട്ടൽ തുറക്കുക. aeoindia.gov.in ഹോം പേജിൽ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം ഒരു പോപ്പപ്പ് വിൻഡോയിൽ തുറക്കും. രജിസ്റ്റർ ഫോർ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ EMI തിരഞ്ഞെടുക്കുക. ഒരിക്കൽ EMI തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം DIC സോൺ ഓട്ടോമാറ്റിക്കലി പൂരിപ്പിക്കും. അടുത്തതായി നിങ്ങളുടെ IEC DGFT പ്രൊഫൈലുകളിൽ കാണുന്നത് പോലെ ആവശ്യമായ വിശദാംശങ്ങൾ നൽകുക. നിങ്ങൾ ഇവ നൽകേണ്ടതുണ്ട്. എൻറ്റിറ്റി നെയിം, IEC നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും DGFT IEC പ്രൊഫൈൽ വിശദാംശങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. തുടർന്ന് നിങ്ങളുടെ അക്കൗണ്ടിനായി ഒരു യൂസർ നെയിമും പാസ്വേഡും സൃഷ്ടിക്കുക. ക്യാപ്ച കോഡ് നൽകി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി മെർജ്ഡ് PDF ഫയൽ അപ്ലോഡ് ചെയ്യുക. IEC സർട്ടിഫിക്കറ്റ് കൂടാതെ DGFT വ്യൂ IEC പ്രൊഫൈൽ എന്ന സ്ക്രീൻഷോട്ടിൽ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും വ്യക്തമായി പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു മെർജ്ഡ് PDF ഫയൽ മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. ഫോം സമർപ്പിച്ചതിന് ശേഷം രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിലേക്ക് ഒരു OTP അയക്കും. വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ പോർട്ടലിൽ OTP നൽകുക. വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അഭ്യർത്ഥന ബന്ധപ്പെട്ട DIC ഓഫീസർക്ക് പരിശോധനയ്ക്കും അംഗീകാരത്തിനുമായി അയക്കും. സമർപ്പിച്ച വിശദാംശങ്ങൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ പരിശോധിക്കും. ഒരിക്കൽ രജിസ്ട്രേഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പോർട്ടലിൽ EMI ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനുള്ള ആക്സസ് പ്രാപ്തമാകും. അംഗീകാരത്തിന് ശേഷം നിങ്ങളുടെ EMI രജിസ്ട്രേഷൻ അംഗീകരിച്ചതായി അറിയിക്കുന്ന ഒരു സ്ഥിരീകരണ ഇമെയിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കിപ്പോൾ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ EMI ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് തുടരാം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ aeoindia.gov.in. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുമായും ബന്ധപ്പെടാം. EMI help desk -dic@gov.in അല്ലെങ്കിൽ 011-233-10014 എന്ന നമ്പറിൽ.